and welcome back to my another video. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീഷോ ഹോളാണ്. നോർമലി എല്ലാവർക്കും ഹോൾ വീഡിയോസ് ഇഷ്ടമാണെന്ന് അറിയാം. അപ്പോൾ മീഷോയിൽ നിന്ന് ഞാൻ ഇസയ്ക്കും കുട്ടൂസിനും മേടിച്ച കുറച്ച് ഡ്രസ്സസും അതുപോലെ എനിക്കൊരു 1-2 കുർത്താസൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ടിട്ടുള്ള റിവ്യൂ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു അൺബോക്സിങ് ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു കവറിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു കുർത്തയാണ്. ഇത് ഞാൻ ഇട്ട് നോക്കിയതാണ്, വാഷ് ചെയ്തതാണ് കേട്ടോ. ഇത് മാത്രമേ ഞാൻ വാഷ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ലിങ്ക് ഉണ്ടോയെന്ന് അറിയില്ല, നോക്കിയിട്ട് ലിങ്ക് തരാം. അല്ലെങ്കിൽ എന്തോ നമ്പറൊക്കെയാന്ന് തോന്നുന്നുണ്ട് മീഷോയിൽ. ഞാൻ നോക്കിയിട്ട് തരാം. ഓൾസോ റേറ്റും കൂടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ വരുന്ന ഒരു യെല്ലോ കളറിൽ വരുന്ന ഒരു നല്ല കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ടൈപ്പ് ത്രെഡ് വർക്കൊക്കെയാണ്. മെറ്റീരിയൽ ഫുള്ള് ഇങ്ങനെ ഒരു ത്രെഡ് വെച്ചിട്ടുള്ളൊരു വർക്കാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പോർഷനിൽ ഇങ്ങനെ ഒരു ഹാൻഡ് എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി ആണെന്ന് തോന്നുന്നു കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ്. സ്ലീവ് ഉണ്ടാവില്ല കേട്ടോ, സ്ലീവ്ലെസ് ആണ്. എല്ലാ ടോപ്പിനും അങ്ങനെ സ്ലീവ് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ റേറ്റ് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഇപ്പോൾ സ്ലീവ് വരുന്നില്ല. എന്നാലും എല്ലാ സൈസിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ്. ഇനി നമുക്ക് സെക്കൻഡ് പ്രൊഡക്റ്റ് നോക്കാം. ഇതും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു കുർത്ത തന്നെയാണ്. ഇതും വാഷ് ചെയ്തതാണ്. വെച്ചാൽ ഇതിന് സ്ലീവ് വരുന്നുണ്ട്, ഞാൻ വെച്ചിട്ടില്ല. ഇവിടെ ഇങ്ങനെ ബട്ടൺ വന്നിട്ട് എന്താ പറയുക, ഇങ്ങനെ ഒരു കട്ടിങ് ഒക്കെ ആയിട്ട് ഈ പോർഷനിൽ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട്. ബാക്കിൽ കട്ടിങ് ഒന്നുമില്ല, എലൈനാണ്. സ്ലിറ്റുള്ള നോർമൽ കുർത്തയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ടോപ്പാണ്, നല്ലതാണ്. മറ്റേതിൻ്റെ അത്രയ്ക്ക് അടിപൊളി മെറ്റീരിയൽ അല്ല, ഇത്തിരി റയോൺ മിക്സിങ് വരുന്നുണ്ട്. മറ്റേത് നല്ല കോട്ടൺ ആയിരുന്നു കേട്ടോ. എന്നാലും ഈ റേറ്റിന് എനിക്ക് തോന്നുന്നു 200 സംതിങ്ങോ 100 സംതിങ്ങോ അത്ര റേറ്റ് ഉള്ളൂ കേട്ടോ. അതിന് ഇസയ്ക്ക് മേടിച്ചൊരു ഫ്രോക്കാണ് കേട്ടോ. ഇതിങ്ങനെ വെൽവെറ്റിൻ്റെ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്ന, ഇവിടെ കുറച്ച് ഇങ്ങനെ ഹാൻഡ് വർക്കൊക്കെ വരുന്ന ഹൈനെക്ക് ആയിട്ടുള്ള ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഓൾസോ ഇങ്ങനെ ഞെറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ സിബ് ഉണ്ട് കേട്ടോ. സ്ലീവ് പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്ലീറ്റഡ് സ്ലീവാണ്. അതിന് ശേഷം ഫുൾ സ്ലീവ് വരുന്ന. സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എലാസ്റ്റിക് കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ്, ടൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഇതും നല്ല ഡ്രസ്സ്. ഇപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഡ്രസ്സസ് എല്ലാം 200 സംതിങ് 100 സംതിങ് ആ റേറ്റിൽ വരുന്നതാണ് കേട്ടോ. ഇതും ഇസയുടെ ഒരു ഫ്രോക്കാണ്. ഇത് വന്നിട്ട് ഒരു പീച്ച് കളറിൽ വരുന്ന നല്ലൊരു കോട്ടൺ മിക്സാണ്, ബ്ലെൻഡാണ് വരുന്നത് കേട്ടോ. ഒരു ഫ്രോക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു മുട്ടിൻ്റെ ഒക്കെ അത്രയ്ക്കും സൈസിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ എല്ലാ സൈസും എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഉള്ള ഇതിൻ്റെ ഈ പാറ്റേൺ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്കിത് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് തൊട്ടിട്ട് അടി വരെ ബട്ടൺസ് ഉണ്ട്. ഇതേപോലെ ഫുള്ള് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. എല്ലാതും ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന. ചില ഡ്രസ്സസിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഷോ ബട്ടൺ പോലെയാണ് വെച്ചിട്ടുണ്ടാവുള്ളൂ. 1-2 ബട്ടണൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇത് ഫ്രോക്ക് കംപ്ലീറ്റ് നമുക്കിങ്ങനെ ഓപ്പൺ ഇടാനൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഈ വേനൽക്കാലത്ത് ഇങ്ങനത്തെ കോട്ടൺ ഡ്രസ്സൊക്കെ ഇടാണെങ്കിൽ കുറച്ച് ചൂട് കുറയും. നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു ബനിയൻ സെറ്റാണ് കേട്ടോ. ഇങ്ങനെ വീട്ടിലൊക്കെ ഇടാന്ന് വെച്ചിട്ട് ഞാൻ കുട്ടൂസിന് മേടിച്ചതാണ്. ഇങ്ങനത്തെ ഒരു ബനിയൻ, ഒരു ആഷ് ബ്ലാക്ക്, ഒരുവിധമെല്ലാം ആഷ് ബ്ലാക്ക് കളറിലാണ് ഞാൻ എടുത്തേക്കണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ട്രൗസറും. മെറ്റീരിയലൊന്നും കുഴപ്പമില്ല. ഇനി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നൊക്കെ ഞാൻ പിന്നീട് ഏതെങ്കിലും ഒരു വീഡിയോയിലൊക്കെ പറയാം കേട്ടോ. ഇത് കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു കുർത്തയാണ് കേട്ടോ. അത് ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല.
എനിക്ക് തോന്നുന്നു ഇത് സെയിം നമ്മുടെ യെല്ലോൻ്റെ ആ മെറ്റീരിയലാണ്, പാറ്റേൺ മാറ്റുണ്ട്. അതുപോലെ ഇങ്ങനെ വൈറ്റ് കളറിൽ ത്രെഡ് കൊണ്ട് ഇങ്ങനെ വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. നേവി ബ്ലൂ ആൻഡ് മെറൂൺ കളറിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ, വൈറ്റും കൂടെ വന്നിട്ടുള്ളത്. ഇതാണ്ടോ, ഇതും നല്ലൊരു അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ നല്ലതാണ്. ആ റെഡിൻ്റെ മാത്രം കുറച്ച് റയോൺ മിക്സ് ഉള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു സ്ലീവ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. യെസ്, സ്ലീവ് ഉണ്ട്. ഉണ്ടോ, നമുക്ക് അത്യാവശ്യം കൈ ഇറക്കം വേണമെന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഉള്ള സ്ലീവാണ്. ഹാഫ് സ്ലീവാണ് കേട്ടോ, എൽബോ വരെയൊന്നും ഉണ്ടാവില്ല, ഹാഫ് സ്ലീവാണ്. ഇതും എനിക്ക് തോന്നുന്നു കഴുകിയ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരാത്ത ടൈപ്പാണ്. നമ്മുടെ യെല്ലോൻ്റെ സെയിം. പിന്നെ ഇതിൻ്റെ നെക്ക് പാറ്റേൺ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? നെറ്റാണ് ഇങ്ങനെ ഒരു ക്രോഷ്യോ ലേസ് പോലെ ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. രസമുണ്ട് കാണാൻ, നല്ലൊരു ഡിസൈനാണ്. ഈ റേറ്റിനൊന്നും നമുക്ക് എന്തായാലും കടകളിൽ നിന്നൊന്നും കിട്ടുന്നില്ല, അങ്ങനെ കണ്ടിട്ടില്ല ഈ റേറ്റിനൊന്നും. പിന്നെ കാരണം അത്യാവശ്യം ക്വാളിറ്റിയും തരുന്നുണ്ടല്ലോ. അപ്പോൾ മീഷോയിൽ നമ്മൾ തപ്പാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടും. ഇതൊരു ടീഷർട്ടാണ്, നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന, ഈ പൈജാമയുടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇത് മെറ്റീരിയൽ അടിപൊളിയാണ്, നല്ല കട്ടിയുള്ള ഒരു ബനിയൻ സ്റ്റഫില്ലേ, അങ്ങനത്തെ മെറ്റീരിയലാണ് കേട്ടോ. നമ്മൾ നൈറ്റ് സ്യൂട്ടിനൊക്കെ എടുക്കുന്ന അങ്ങനത്തെ മെറ്റീരിയലാണ്. ക്വാളിറ്റി ഇനി കഴുകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അടിയിൽ ഇതേപോലെ ഒരു കർവ് പോലെയാണ്, സ്ട്രെയിറ്റ് അല്ല, കർവാണ് കേട്ടോ. ഇത് ഞാൻ സ്മോൾ സൈസാണ് മേടിച്ചേക്കണം കേട്ടോ, എല്ലാതും സ്മോൾ സൈസാണ് മേടിച്ചേക്കണേ. അപ്പോൾ ഈ എന്താ പറയുക, കുർത്തയൊക്കെ എനിക്ക് ഷേപ്പ് ചെയ്യണ്ട കേട്ടോ, കറക്റ്റ് അളവാണ്. ഇതിപ്പോൾ ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല, എങ്ങനെയുണ്ട് നോക്കിയിട്ട് പിന്നീട് വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ വീഡിയോ ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്, കാരണം കുട്ടികളുടെ സെക്ഷൻ വേറെയും നമ്മുടെ വേറെയും ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചില പ്രൊഡക്റ്റ് എനിക്ക് ഇതിൽ റിട്ടേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ ഡേറ്റ് നോക്കുമ്പം 27th 28 അങ്ങോട്ടാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുമിച്ച് ചെയ്യാം, വേഗം റിട്ടേൺ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പാൻറ്റ് ഇത് ഞാൻ നമുക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടി, കുർത്തയുടെയൊക്കെ ഒപ്പം ഇടാൻ വേണ്ടി മേടിച്ചതാണ്. മെറ്റീരിയൽ ഇത്തിരി എന്താ പറയുക, ഇങ്ങനെ ഒരു വലിയ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടല്ലോ, അങ്ങനത്തെ മെറ്റീരിയലാണ്. കാണാനൊന്നും കുഴപ്പമില്ല, ക്വാളിറ്റി അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാലേ, ഈ അടിഭാഗം കണ്ടോ, കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഈ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പാൻറ് ഉണ്ടല്ലോ നടുകുവശം ഇങ്ങനെ കയറി നിൽക്കും, അപ്പോൾ ഭയങ്കര വൃത്തികേട് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനത്തെ ഇത് 2 എണ്ണത്തിൻ്റെ കോംബോ ആയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 2 സെറ്റ് മേടിച്ചു, 4 എണ്ണത്തിൻ്റെ. അപ്പോൾ ഞാൻ ഇതെന്തായാലും ഞാൻ റിട്ടേൺ ചെയ്യുന്നുണ്ടാവും. ബാക്കിയൊന്നും അങ്ങനെ റിട്ടേൺ ഇപ്പോൾ ഇതുവരെ എടുത്തൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല കേട്ടോ, ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ ഇത് സൈഡ് തന്നെയാണ്. ഇത് ഞാൻ നോക്കിയായിരുന്നു കേട്ടോ, കാരണം സൈസിൽ ഒരു ചെറിയ, ഇനിയിപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക, ഒരു പൗഡർ ബ്ലൂ പോലെയാണ്, ക്യാമറയിൽ ഇത്തിരി കൂടി ഡാർക്കായിട്ട് തോന്നുന്നതാണ് കേട്ടോ. ഇതൊരു നോർമൽ കോട്ടൺ ഒരു ടോപ്പാണ്. ഇങ്ങനെ സ്ലീവ് കണ്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട്. ബാക്ക് നോക്കുകയാണെങ്കിൽ സിബാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി ഇങ്ങനെ ലൂസ് ടൈപ്പിൽ ഇടാൻ പറ്റിയതാണ്. ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ വെയർ ചെയ്യാൻ നല്ലതാണ്, പിള്ളേർക്കൊക്കെ ചൂട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. ഒരു ബ്ലാക്ക്, ഇത് ഞാൻ കുറേ റിവ്യൂ കണ്ട് മേടിച്ചതാണ്. കുറേ യൂട്യൂബേഴ്സിൻ്റെയിലൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ വന്നിട്ട് ഇങ്ങനെ ചെക്കായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വള്ളിയായിട്ട് അതിൻ്റെ മേലെ നമുക്കൊരു ക്രോപ്പ് ടോപ്പ് പോലെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഈ ബനിയൻ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിൽ മറ്റേത് വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഇത് ഇടാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഇടുമ്പോൾ ഇങ്ങനെ ഇരിക്കും.
ഓക്കെ. അപ്പോൾ ഇതും നല്ല ഡ്രസ്സാണ്, ഞാൻ ഇടിയിച്ച് നോക്കിയായിരുന്നു ഇത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഇത്തിരി ചൂടെടുക്കുന്ന മെറ്റീരിയലാണ്. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇടാൻ പറ്റുന്ന വെച്ചാൽ കുറച്ച് ചൂടുണ്ടാവും. പിന്നെ അത്യാവശ്യം പുറത്തേക്കൊക്കെ ഒന്ന് പോകുമ്പോൾ ഒന്ന് ഇടണം എന്നുണ്ടെങ്കിൽ ഇതും ഇത് കോട്ടൺ തന്നെയാണ് കേട്ടോ, നല്ല കോട്ടനാണ്. കോട്ടൻ്റെ ഒരു ഫ്രോക്കാണ്. ഇതും ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ഫസ്റ്റ് വന്നായിരുന്നേ. അപ്പോൾ റിട്ടേൺ ഡേറ്റ് നോക്കുമ്പോൾ അടുത്തായി, കാരണം ഞാനിതൊക്കെ ഒന്ന് നോക്കി. കാരണം ഇനിയിപ്പോൾ പാകില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണ്ടേ. ഇത് നല്ല രസമുണ്ട്, നല്ലൊരു എനിമൽ പ്രിൻ്റ് വരുന്ന ഒരു വൈറ്റിൽ ഇങ്ങനെ ബ്ലൂ. അപ്പോൾ ഇതും നോക്കുകയാണെങ്കിൽ അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൻ്റെ ഫ്രോക്കാണ്. ഇങ്ങനെ 2 വള്ളിയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഷേപ്പ് ഇങ്ങനെ ലൂസായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ടക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇത് കുട്ടൂസിൻ്റെ ആണ്. ഒരു ബ്ലാക്ക് ലൈനായിട്ടുള്ള ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഇവിടെ വല്ലയിടത്തും കൊടുക്കാം കേട്ടോ സ്ക്രീനിൽ. ഒരു ക്യാപ്പുള്ളൊരു ടീഷർട്ടും അതിൻ്റെ ട്രൗസറാണ് കേട്ടോ. ഇത് അവൻ ഇട്ടിട്ട് പോയിക്കാണ് ഇപ്പോൾ. അത് കാരണമാണ് ഞാൻ ഇട്ട് നോക്കിയിട്ട് പിന്നെ ഇടിയിച്ച് നോക്കിയെന്ന് പറഞ്ഞില്ല ചിലതൊക്കെ. അപ്പോൾ ഇടിയിച്ച് നോക്കിയപ്പം അവൻ പിന്നെ വാശി പിടിച്ച് അത് ഇട്ടിട്ട് പോയി. ഇതൊരു ബനിയൻ സെറ്റാണ്. ബനിയൻ പ്ലസ് ട്രൗസർ ഇങ്ങനെ വരുന്ന വൈറ്റ് കളറിലുള്ള ഒരു ഇങ്ങനെ ടെഡി ബിയറിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ട്രൈപ്സ് ആയിട്ടുള്ള ഒരു ട്രൗസറാണ്. അതിൻ്റെ മേലെ വരുന്നത് ഒരു ഗ്രീൻ കളറിൽ ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇതിങ്ങനെ കോംബോ ആയിട്ടാണ് വരുന്നത്. ഇതൊക്കെ സൈസ് ഒരു പൊടിക്ക് ഇത്തിരി വലുതായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. വീട്ടിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത്തിരി ലൂസുള്ളതൊക്കെയല്ലേ നല്ലതെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ റിട്ടേൺ ചെയ്തില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇത് നമ്മൾ നേരത്തെ കണ്ട പൈജാമ സെറ്റിൻ്റെ കൂടെ തന്നെ ഇടാമെന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു ടീഷർട്ടാണ്. നമുക്കൊക്കെ ഇടാൻ പറ്റുന്ന, അതായത് കുട്ടികളുടെ അല്ല, നമ്മുടെ വലിയവരുടെ സൈസ് ഒരു ടീഷർട്ട്. ആ യെല്ലോൻ്റെ വേറൊരു പാറ്റേൺ ആണ് കേട്ടോ. അടി ഇതുപോലെ ഇങ്ങനെ കർവായിട്ട് ഇങ്ങനെ ഒരു മെറൂൺ കളറാണ്, നല്ല മെറൂണാണ്. ക്യാമറയിൽ കുറച്ച് ലൈറ്റാണ്. ഒരു മിക്കിയുടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇടാൻ പറ്റുന്ന ഇത്തിരി സൈസ്. ഇപ്പോൾ ഇനിയിപ്പോൾ ടൈറ്റ് ആണോ എന്ന് അറിയില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇട്ട് നോക്കിയിട്ടില്ല. ഇതും ഒരിത്തിരി വലുതാന്ന് തോന്നുന്നത്. ഇതും കുട്ടൂസിനെ മേടിച്ചതാണ്. ടീഷർട്ടിൻ്റെ സെറ്റാണ്, പക്ഷേ ഇത് ഭയങ്കര വലുതാന്ന് തോന്നുന്നുണ്ട്. വൈറ്റ് ആൻഡ് യെല്ലോ കളറിൽ വരുന്നതാണ് കേട്ടോ. ഇത് ഇത്തിരി വലുതാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇസയ്ക്ക് വേണമെങ്കിൽ പാകമായിരിക്കും. അതിന് ട്രൗസറും കൂടെ വരുന്നുണ്ട് സെറ്റായിട്ട്. ഒരു ബ്ലാക്ക് കളറിലുള്ള ട്രൗസർ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇത്തിരി വലുതാണ്. അത് ഞാൻ ചിലപ്പം റിട്ടേൺ ചെയ്യും, ചിലപ്പോൾ അല്ലെങ്കിൽ ഇസയാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇതും അതുപോലെ ഞാൻ റിട്ടേൺ അടിച്ചു വെച്ചിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. കണ്ടോ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈജാമ സെറ്റിൻ്റെ കൂടെ ഇടാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തതാണ്. മറ്റേതിൻ്റെ മെറ്റീരിയൽ അടിപൊളി, നല്ല കോട്ടൺ, ഇത്തിരി കട്ടിയുള്ള ബനിയൻ മെറ്റീരിയൽ അല്ലേ നമ്മൾ നോർമൽ പൈജാമ സെറ്റ് വാങ്ങുന്നത്, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിരുന്നു. എന്നാൽ ഇത് നമുക്ക് ഒരു എന്താ പറയുക, പോളിസ്റ്റർ മിക്സിങ് ഉള്ളൊരു തരം പ്ലാസ്റ്റിക് പോലത്തില്ലേ, അങ്ങനത്തെ മെറ്റീരിയലാണ്. കാണുമ്പോൾ അടിപൊളിയായിരുന്നു, അതുകൊണ്ട് മേടിച്ചത്. എന്തായാലും റിട്ടേൺ ചെയ്യും. ഈ ചൂട് കാലത്ത് ഇടാൻ പറ്റില്ല അല്ലെങ്കിൽ. ഇത് ഞാൻ നിവർത്തിയിട്ടാണ്. ഇത് നേരത്തെ പറഞ്ഞ പാൻറ്റില്ലേ, അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് മേടിച്ചിരുന്നതാണ്. ഒരു റെഡും ഒരു ഗ്രീനും പിന്നെ ഒരു ആഷും അങ്ങനെ ഏതോ ഒരു കളർ ബ്ലൂവും കൂടിയാന്ന് വാങ്ങിച്ചത് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് അതിൽ പെട്ട ഒരു പാൻറ്റാണ്. ഇതിൻ്റെ അടിവശം കണ്ടോ, അങ്ങനെ നമ്മളിങ്ങനെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇടുമ്പോഴേ, അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. നടുക്ക് ഭാഗം ഈ കട്ടിങ് വരുന്ന ഭാഗം ഇങ്ങനെ കയറി നിൽക്കും. അപ്പോൾ കാലിൻ്റെ അടിവശത്ത് ഉള്ളിലേക്ക് പോകുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഇത്തിരി പാൻറ്റിന് നീളം കുറയുന്ന പോലെ, അപ്പോൾ ഇത്തിരി അഭംഗി പോലെ തോന്നാറുണ്ട്. അത് ഞാൻ റിട്ടേൺ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ വന്നത് ഒരു ബ്ലാക്കും പിന്നെ വന്നത് ഒരു നേവി ബ്ലൂ, അങ്ങനെ 4 എണ്ണം, രണ്ട് സെറ്റായിട്ടാണ് മേടിച്ചത്. ഒരു സെറ്റിൽ 2 എണ്ണമായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ഇനിയും വരാണ്ട് തോന്നുന്നുണ്ട്, 1-2 പ്രൊഡക്റ്റും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ പറഞ്ഞിട്ടുള്ളൂ, അതെന്തായാലും നിങ്ങൾ മേടിക്കേണ്ട. കാരണം ആ പാൻറ്റൊക്കെ
അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക. പിന്നെ റേറ്റിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടെണ്ണത്തിൻ്റെ സെറ്റായിരുന്നു. ഒരെണ്ണത്തിൽ 2 പാൻറ്റ് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിന് എനിക്ക് തോന്നുന്നു 200 സംതിങ്, ഒരു 300ൻ്റെ താഴെ ഉണ്ടായിരുന്നുള്ളൂ 2 പാൻറ്റിന്. 100 സംതിങ് ആണ് ഒരു പാൻറ്റിനുള്ളൂ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വെർത്താണ്. പക്ഷേ അതിൻ്റെ സ്റ്റിച്ചിങ് അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തികേട് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ ചെയ്യാന്ന് വെച്ചത്. ബാക്കിയെല്ലാം അടിപൊളി പ്രൊഡക്റ്റുകളാണ്. പിന്നെ ഒരു ടീഷർട്ടും കൂടെ എനിക്ക് മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. മറ്റൊരു ദിവസം അടിപൊളി ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.